ഇന്ന് ബീട്രൂട്ടും മുട്ടയും വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല ചെറുതായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. അധികം അരിഞ്ഞു പോവാതെ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങ മിക്സ് ഉണ്ടല്ലോ, തേങ്ങ ചതച്ചെടുത്തത്, ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതുപോലെ നന്നായിട്ടൊന്ന് ബീട്രൂട്ടൊക്കെ കുക്കായി വന്നാൽ നമുക്കിതെല്ലാം ഒരു സൈഡിലേക്ക് ഇതുപോലെ മാറ്റി വെക്കാം. ആ ഒരു നടുഭാഗം ഒന്ന് ഒഴിച്ചിടാം കേട്ടോ. എന്നിട്ട് ഒരു മുട്ട ബോളിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു മുട്ടയെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര മുട്ട വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് എടുക്കാം കേട്ടോ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ ഈ ഒരു നടുഭാഗം ഇങ്ങനെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ അത് കുറച്ച് സമയം ഇളക്കി കൊടുത്താൽ ഇതുപോലെ ഡ്രൈ ആയിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്ക് മൊത്തത്തിൽ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. 1 മിനിറ്റ് നേരം ഒന്ന് എല്ലാം കൂടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൊത്തത്തിൽ ചൂടാക്കി എടുക്കാം കേട്ടോ, മിക്സ് ചെയ്തെടുത്തിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ബീട്രൂട്ട് മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ ചോറിന്റെ കൂടെ കൊടുത്ത് വിടാനും അതുപോലെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ചോറിന്റെ കൂടെ ഒക്കെ അരിയും ദോശന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.